30 വർഷമായി മാരിയ ജോസഫ് ഇസ്ലാം വിട്ടിട്ട്. അയാളോടൊപ്പമുള്ള ചില ആളുകളുടെ പേര് അജ്മൽ എന്നാണ്, സുലൈഖ എന്നാണ്. ഇവരൊക്കെ മതം വിട്ടവരാണ്, അതേ പേരിൽ തന്നെ പ്രവർത്തിക്കുന്നു. സുലൈമാൻ ഫാദർ കുറച്ചുകൂടെ അവരുടെ ഇടയിലൂടെ ഇറങ്ങാനും അവരിൽ നിന്ന് കൂടുതൽ ലാഭം കൊയ്യാനും വേണ്ടി പേര് മാരിയ ജോസഫ് എന്നാക്കുന്നുണ്ട്. ആ പേരിലല്ലാതെ പ്രസിദ്ധരാകുന്ന സുലൈഖനെ പോലെയുള്ളവർ, അപ്രകാരം തന്നെ അജ്മലിനെ പോലെയുള്ളവർ ഇതുവരെ ഒരു ഭീഷണി നേരിട്ടിട്ടില്ല. അവരിപ്പോഴും ആ പേരിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിനെ വാതുറന്നാൽ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്ന ആരിഫ് ഹുസൈനെ പോലത്തവർ, മറ്റു പലരും ഞാൻ പേര് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അവരൊക്കെ സ്വതന്ത്രമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പറയണം, ഇസ്ലാം ഭയങ്കരമായ ഭീകരതയാണ്. അപ്പോൾ ഇസ്ലാം തീവ്രവാദികളിൽ നിന്നുള്ളതെല്ലാം ഇയാൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ക്രൈസ്തവരും അയാൾക്കെതിരെ തിരിയുന്നു എന്ന് പറയുന്നിടത്ത് വലിയ പ്രശ്നമുണ്ട്. 30 വർഷം സ്വതന്ത്രമായി പ്രവർത്തിച്ചിട്ട് ഫിലോകാലിയ എന്ന് പറയുന്ന ചാരിറ്റി സംഘടന മുതൽ കോടിക്കണക്കിൻ്റെ രൂപയുടെ വ്യവഹാരങ്ങൾ നടത്തിയിട്ട് കേരളത്തിലുടനീളം, ഞാൻ പറഞ്ഞല്ലോ, പച്ചപ്പുള്ളു മാത്രം പറഞ്ഞു നടന്നിട്ട് അയാൾക്കെതിരെ ഒരു ചെറിയ മണിക്കല്ല് പോലും മുസ്ലിം സൊസൈറ്റി എറിഞ്ഞിട്ടില്ല. കാരണം അവർക്കറിയാം എന്താണ് ഹക്ക് എന്നത്.